ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പിന്നെ പൊറോട്ട, നൂൽപുട്ട് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണേ. അത് ഒരു വറുത്തരച്ച തീയൽ. അതിനകത്ത് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ തക്കാളി, പച്ചമുളക്, സവോള, ഉരുളക്കിഴങ്ങ് ഇത് നാല് ഞാൻ അരിഞ്ഞ് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് നാലും അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വേണമെന്ന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുട്ടയാണേ. മുട്ട നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ച് അത് തിളപ്പിക്കാൻ വെച്ച് അത് തിളച്ച് വെന്ത് അത് മാറ്റി വെക്കുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടിയോ ചീൻചട്ടിയോ പിന്നെ പാനോ എന്തായാലും മതി. ഞാനിപ്പോൾ ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ എണ്ണയോ ഏതായാലും മതി. ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത്. തനി നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതിനകത്തേക്ക് കടുക് വറുക്കുക. കടുക്, മുളക്, വറ്റൽമുളക്, പിന്നെന്താ കറിവേപ്പില, ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിച്ചെടുത്തതിന് ശേഷം അത് കരിഞ്ഞു പോരുതേ, കറിക്ക് വേറെ ടേസ്റ്റായി പോവും. അപ്പോൾ എന്നിട്ട് ഈ അരിഞ്ഞു വെച്ച പിന്നെ പച്ചക്കറികളെല്ലാം കൂടെ നമുക്കതിനകത്തേക്ക് ഇട്ട് ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. എണ്ണയ്ക്കകത്തിട്ട് തന്നെ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയിട്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. പൊടിയുപ്പ് ഉപയോഗിക്കുന്നവർക്ക് പൊടിയുപ്പ് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് അത് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം തന്നെ നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് തേങ്ങ, ചെറിയുള്ളി, പിന്നെന്താ പെരുംജീരകം, ഉലുവ, പിന്നെ കുരുമുളക്, വറ്റൽമുളകൊക്കെ നമുക്ക് ആവശ്യത്തിന് കേട്ടോ. നമ്മുടെ ഏരിയ എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പുളി ഇത്രയും കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിനെ തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ കാസ്റ്റ് അയണിൻ്റെ ചീൻചട്ടിയാണ് വെച്ചത്. അപ്പോൾ കാസ്റ്റ് അയണിൻ്റെ ചീൻചട്ടി ഒരു പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവില്ല, തേങ്ങ പെട്ടെന്ന് കരി പിടിക്കില്ല. അപ്പോൾ അത് ഒരു പ്രാവശ്യം നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത്, ചൂട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പം നമുക്ക് കുറച്ച് സിമ്മിൽ ഇട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടോ വറുത്തെടുക്കാം. അപ്പോൾ അലൂമിനിയം ചീൻചട്ടിയിലും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാ, കരിഞ്ഞു പോകരുതേ. തേങ്ങ കരിഞ്ഞു പോയി കഴിഞ്ഞാലും കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അത് നന്നായിട്ട് വറുത്തെടുക്കുമ്പോഴത്തേന് നമുക്ക് ഓരോരുത്തർക്കുള്ള ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് നല്ല ബ്രൗൺ കളറിൽ വറുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വറുക്കാം. നമ്മളിപ്പം ഈ ഉള്ളിത്തീയലൊക്കെ ഉണ്ടാക്കൂലേ, അതേ രീതിയിൽ വേണമെങ്കിലും വറുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ ഗോൾഡൻ കളറിൽ വറുത്തെടുത്തു. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ പച്ചമല്ലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവസാനം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് അത് ഒന്നും കൂടെ ചൂടാക്കാം. ഈ സമയമൊക്കെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന് ഈ ചീൻചട്ടി തന്നെ ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും, കാരണം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഈ കറിയുടെ വെജിറ്റബിൾ വെച്ചതൊക്കെ അത് വെന്തിട്ടുണ്ട്. അപ്പം അതെന്ത് ചെയ്യണം, അത് സിമ്മിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തേങ്ങ ഒന്ന് തണുത്ത് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരകല്ലിൽ വെച്ച് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ചൂടോടുകൂടി അരയ്ക്കുന്നത് നല്ലത്. എന്ന് വെച്ചാൽ ഇളം ചൂടോടുകൂടി അരയ്ക്കുന്നത് നല്ലത്. ഈ മിക്സിയിലാവുമ്പോഴത്തേന് ചൂടോടെ അരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് തണുത്തിട്ട് അരയ്ക്കുക.
ആ സമയം കൊണ്ട് നന്നായിട്ട് ആദ്യമേ അരയ്ക്കാൻ ഈ പൊടിയെല്ലാം കൂടി ഇടുമ്പോൾ നമ്മൾ ആദ്യമേ വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും, നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്ക് അത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. എന്നാലേ അതിനകത്തുള്ള എണ്ണ തെളിഞ്ഞു വരുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ വെജിറ്റബിൾ വേവിച്ച് വെച്ച ചട്ടിയിലേക്ക് ഞാൻ സിമ്മിൽ ഇട്ടേക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സ്ലോയിലായിട്ട് തന്നെ ഇരിക്കുകയാണേ. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. കാരണം ഞാൻ ആദ്യമേ കുറച്ച് വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുത്തത്, അപ്പോൾ അതിനകത്ത് കൂടുതൽ വെള്ളം ഇല്ല. അപ്പോൾ നമുക്ക് കറി എത്ര തിക്നെസ് വേണം എന്നുള്ളത് നോക്കിയിട്ട് അവരവരുടെ ഇഷ്ടത്തിന് നമുക്ക് അതിനകത്തേക്ക് തിളച്ച വെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ പച്ചവെള്ളമോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് അതിനാവശ്യമുള്ള ഉപ്പും ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് നന്നായിട്ട്, കാരണം കഷ്ണമെല്ലാം വെന്തിരിക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം, മുട്ടയുണ്ടല്ലോ, മുട്ട ഞാൻ ഇതേമാതിരി ഒരു മുട്ട തന്നെ 4 മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവസാനം ഇടാൻ പറ്റുള്ളൂ. കാരണം കറി നമ്മൾ ഓഫ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ഇട്ട് കൊടുത്താൽ മതി മുട്ട. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ 4 മുറിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് തിളച്ചിട്ട് ഈ പിന്നെ കറിയിലേക്ക് ഇത് അലിഞ്ഞു പോവും, ഈ മഞ്ഞക്കരുവൊക്കെ അലിഞ്ഞു പോവും. പിന്നെ നമ്മൾ സ്പൂണിട്ട് ഇളക്കുകയും ചെയ്യരുത് കൂടുതൽ, അപ്പം മഞ്ഞക്കരുവൊക്കെ ഇളവി മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ അവസാനം തിളച്ച് നമ്മൾ ഓഫ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ഇട്ട് മതി, ഒന്ന് അതിൻ്റെ എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലൊരു തീയലാണേ, ചോറിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണേ. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.